രമേശിന് സമയം കിട്ടിയില്ലെന്നൊക്കെ രമേശ് ചിലരങ്ങളൊക്കെ പറഞ്ഞു. അതാണ് സമയക്കുറവുണ്ടായിരുന്നു. അന്നും സ്റ്റേജ് പ്രോഗ്രാമായി. എങ്ങനെയെങ്കിലും ഇതിൽ ആളാവണം എന്നുള്ള വലിയ ആഗ്രഹത്തിലായതുകൊണ്ട് തലയിൽ വേറെ ഫോൾഡറുകളൊന്നും തുറന്നില്ല. ചില പ്രണയമൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നി തുടങ്ങുമ്പോ തന്നെ ഞാൻ തന്നെ തല്ലിക്കെടുത്തും. വേണ്ട. അതിനിടയിൽ ഏതോ ഇരട്ടവര ബുക്കിൽ ഏതാണ്ട് ഒരു സാധനം എഴുതി ഒരു പെങ്കൊച്ചിന് കൊടുത്ത് അവളുടെ അടുത്ത് മുഖത്തടിച്ചെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അതൊരു കത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പ്രീഡിരിക്ക് ചവിട്ടി കുട്ടി മുഖത്തിട്ടു. ഇല്ല, ഞാൻ കൊടുത്തു. ഞാൻ കൊടുത്തപ്പോൾ അവള് മേടിച്ചിട്ട് എന്താ ഇതെന്ന് ചോദിച്ചു. പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാനൊരു മനസ്സാണ്. അപ്പൊ അത് തിരിച്ചു തന്നു. ഞാൻ മേടിച്ചോണ്ടിങ്ങ് പോകുന്നു. അപ്പൊ തന്നെ കൊടുക്കാനുള്ള പരിപാടി ഉണ്ടോ? ഇല്ല. ഇപ്പൊ ആ കട അന്ന് തന്നെ അടച്ചോ? ആ കട അന്ന് തന്നെ അടച്ചു. പിന്നെ തുറക്കേണ്ടി വന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മൾ പ്രണയം പറഞ്ഞാലും നമ്മൾ ഒരാളെ തന്നെ ഫോക്കസ് ചെയ്യണമല്ലോ. അത് വലിയ പാടാണ്. അപ്പൊ അതുമല്ല, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ പ്രണയിച്ചാലും അടുത്തിരുന്ന് വർത്താനം പറയാൻ ബസ് കയറ്റി വിടാം, തിരിച്ചു വരെ ഇത്രയല്ലേ ഉള്ളൂ. പ്രണയിച്ചില്ലെങ്കിൽ എല്ലാരും ബസ് കയറ്റി വിടാലോ. അതായിരുന്നു കുറച്ചുകൂടെ ഒരു വലിയ ഡീലിംഗ് ആയിരുന്നു. ഈ എനിക്കൊന്ന് രമേശ് വ്യാപകമായി പെണ്ണ് കാണാൻ നടന്നത് ആ ബോൾഗാട്ടി ധർമ്മജന്റെ കൂടെയാന്ന് പറഞ്ഞു. അല്ല, ധർമ്മജൻ ബോൾഗാട്ടിയെ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ കാര്യം ഇതിനകത്ത്. അല്ല, അവന് ഞാൻ സ്പെഷ്യലിസ്റ്റ് ആണോ? അല്ല, അവൻ ഒളിച്ചോടിയതാണല്ലോ. അവൻ ഈ ഇടയ്ക്ക് കല്യാണം തകർത്ത് കളഞ്ഞു കേട്ടോ. യഥാർത്ഥത്തില് ധർമ്മജൻ വിവാഹിതനായി എന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്യാപ്ഷൻ ഇവിടെ ഒരു മാഗസീനിൽ കിടക്കുന്നത്. എന്റെ ഭാര്യ വിവാഹിതനാകുന്നു, ധർമ്മജന്റെ കുറിപ്പ്. ഇതൊക്കെ ഓൺലൈനിൽ രാവിലെ ഞാൻ എണീക്കുമ്പോ ഇവൻ തലേന്ന് പറഞ്ഞു. രമേശ് പറഞ്ഞായിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതായത് ധർമ്മജൻ വിവാഹിതനായി, പുള്ളിയുടെ ഭാര്യ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇയാൾ രണ്ടാം കെട്ട് കിട്ടിയോ, അങ്ങനെയാണ് ഇയാളെ ഒന്ന് കാണണമല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇയാള് പണ്ട് ഒളിച്ചോടിയിരുന്നെന്നും 25 കൊല്ലം വനവാസത്തിലായിരുന്നെന്നും ഇപ്പോൾ അതിനുശേഷം മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. അത് ചുമ്മാ ചെന്നാൽ മതി. പക്ഷെ അവന്റെ ഒരു ആഗ്രഹമായിരുന്നു മാലയിട്ടൊരു ഫോട്ടോ ഒന്നും എന്റെ കയ്യിലില്ലല്ലോ. അതുകൊണ്ടൊരു മാലയൊക്കെ ഇട്ടൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമാണ് പുള്ളി ഒരു കെട്ടോടെ കെട്ടിയത്. മാരേജ് സർട്ടിഫിക്കറ്റിന് രജിസ്റ്റർ ഓഫീസിൽ പോയാൽ മതി. പക്ഷെ ഒരു ഫോട്ടോ മാല ഇട്ടതൊന്നും ഇല്ലാതെ അന്ന് ഓടിയത് കൊണ്ടും എന്നൊരു ആഗ്രഹം വന്നുകൊണ്ടും പോയി കെട്ടി. ഇവർക്ക് നേരെ ഓടാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. പിന്നെ എന്റെ ഫോൺ അന്നത്തെ ദിവസം എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല. പതുക്കെ ആൾക്കാർക്ക് ഇത് ചോദിക്കണമെന്നുണ്ട്. എന്നോട് ചോദിച്ചാൽ അറിയാം എന്താ ധർമ്മജൻ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചാൽ എന്നെ വിളിക്കും. ഞാൻ ഒന്നും പേടിക്കാനില്ല, മറ്റേ തന്നെയാന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ ഒരു പെണ്ണെ കണ്ടിട്ടുള്ളൂ. അതേ ഉള്ളൂ. ഒറ്റ പെണ്ണ് കണ്ടു. നമ്മൾ ഇന്നത്തെ ഈ ഫോട്ടോയും വാട്സപ്പും ഒക്കെ ഇത്ര ഉള്ളൊരു കാലത്ത് നമ്മൾ വെറുതെ ഒരാളെ ഫോട്ടോ കണ്ട ശേഷം ചെന്ന് കണ്ടിട്ട് ഇഷ്ടമല്ല എന്ന് പറയേണ്ട ഒരു ആവശ്യകത ഇല്ലല്ലോ. നമുക്കൊരു അറിയാവുന്ന കാലഘട്ടമായിരുന്നല്ലോ. അതുകൊണ്ട് ചെന്ന് കണ്ടാൽ ഞാൻ ഇത് തന്നെ ഉറപ്പിച്ചിട്ട് ചെന്നാ പെണ്ണ് കണ്ടത്. അല്ല, ഈ രമേശ് വൈഫിന്റെ പേര് കിളിയെന്നാക്കി മാറ്റിയെന്ന് പറഞ്ഞു. കിളിയെന്ന് വിളിക്കും. ഈ നാട്ടിൽ ഏതെങ്കിലും കിളിയെ ഓർപ്പെടുത്താൻ വേണ്ടി വിളിച്ചാണോ അത്? അല്ല, പെണ്ണ് കാണാൻ ചെന്നിട്ട് വർത്താനം പറയുമ്പോഴേ ഹിന്ദി നാട്ടിൽ വളർന്ന ആളാണോ രമേശ്. എത്ര ഹിന്ദി അറിയാം? എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം. ഹിന്ദി അനുവാദം. അപ്പൊ ഞാൻ ധന്യവാദ്, ശുക്രിയ. അപ്പോ വർത്താനം പറഞ്ഞപ്പോ ചില തത്ത വർത്താനം പറയുന്ന ഒരു ഫീല് കിട്ടി എനിക്ക്. അതെങ്ങനെയായിരിക്കും അത്? രമേശിന്റെ രമേശിന്റെ വ്യൂ പോയിന്റ്. ഞാൻ പറഞ്ഞു എന്റെ ജോലി ഇന്നതാണ്, ചിലപ്പോ മാസക്കണക്കിന് പുറത്തു പോകും, പല കുഴപ്പമില്ല എന്നൊക്കെ പെട്ടെന്ന് ഒരു തത്ത ഈ വൺ വേർഡ് ആൻസറുകൾ ഇങ്ങനെ ഒരു തത്ത പറയുന്ന പോലെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു കിളിയെ പോലെ തോന്നി. കിളി നിട്ടു.